നിഷാദെ, ഈ വിഷയത്തെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിക്കുന്ന തരത്തിൽ നടത്തുന്ന ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാട്ട് വന്നത്. ഇപ്പോൾ മതത്തെയും ഭക്തിയെയും വിശ്വാസവും ഇതൊക്കെയായി ബന്ധപ്പെട്ട ബിംബങ്ങളെ സംഗീതത്തിലോ അല്ലെങ്കിൽ കലയുടെ മറ്റേതെങ്കിലും ഫോമിലോ ആവിഷ്കരിക്കുന്നതിന് ആരും എതിരല്ല. ഞങ്ങളൊക്കെ ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. വിശ്വാസത്തെയും മതത്തെയും ദൈവചിന്തയും ഒക്കെയായി ബന്ധപ്പെട്ട ചരിത്രത്തെയും ബിംബങ്ങളെയും മിത്തുകളെയും ഒക്കെ തന്നെ സാഹിത്യത്തിലും കലയിലും പാട്ടിലും ഒക്കെ ആവിഷ്കരിക്കാമെന്നാണ് നമ്മുടെ നിലപാട്. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വിശ്വാസത്തെ തങ്ങൾക്ക് അനുകൂലമാക്കാൻ വേണ്ടി വളരെ അപകീർത്തികരമായ രീതിയിൽ നമ്മുടെ BNS 386 വകുപ്പനുസരിച്ച് വളരെ അപകീർത്തികരമായ രീതിയിൽ സഖാക്കളാകെ സ്വർണം കെട്ടു. സഖാക്കളാണോ സ്വർണം കെട്ടത്? ഈ സ്വർണം കെട്ടവരിൽ ഇപ്പോൾ 6 പേര് ജയിലിൽ കിടക്കുന്നുണ്ട്. ഇന്നൊരു വിദ്വാൻ കൂടി പോയിട്ടുണ്ട്. PS ശ്രീകുമാർ എന്നാണ് പേര്. കേരളത്തിലെ കോൺഗ്രസ് നേതാവിൻ്റെ മുൻ ദേവസ്വം മന്ത്രിയുടെ അനുജനാണ് അദ്ദേഹം. അപ്പോൾ കോൺഗ്രസ്സുകാരും CPM-കാരും ഒക്കെ ഉൾക്കൊള്ളുന്ന, എന്നാൽ കോൺഗ്രസ്സുകാർക്ക് മുൻകൈയുള്ള ഒരു സംഘമാണ് ഇപ്പോൾ ശബരിമല കവർച്ചയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണപ്പാളി കവർച്ചയുമായി ബന്ധപ്പെട്ട് SIT നടത്തിയ അന്വേഷണത്തിനത്തിൽ കുറ്റവാളികളാണെന്ന് കണ്ടെത്തി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ട് എഴുതിയ ആള് അദ്ദേഹം സത്യസന്ധനും മാന്യനും അയ്യപ്പനോടുള്ള സമർപ്പണത്തിൻ്റെയും അയ്യപ്പ വിശ്വാസികളോടുള്ള ഉത്തരവാദിത്വത്തിൻ്റെയും പേരിലാണ് ഈ പാട്ട് എഴുതിയതെങ്കിൽ എന്തിനാ സഖാക്കളെ മാത്രം പറഞ്ഞത്? കോൺഗ്രസ്സുകാരെ കുറിച്ച് പറഞ്ഞുകൂടായിരുന്നു? എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? അപ്പോൾ ഈ പാട്ടിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം വിശ്വാസത്തെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുക എന്നാണ്. അത് നമ്മുടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് ഏതർത്ഥത്തിലാണ് യോജിച്ചു പോകാൻ കഴിയുക? അല്ലാതെ ഇത് നിങ്ങളുടെ കാലത്തും അത്തരം പാട്ടുണ്ടായിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നത് വളരെ അബദ്ധമാണ്. ഈ ദിലീപും നാദൃശ്യമൊക്കെ ഏതോ കാലത്ത് അവരുടെ ഓണപ്പാട്ടുകളുടെ ഭാഗമായിട്ട് ഇതേ മാവേലി കൊമ്പത്ത് എന്നൊക്കെ പറയുന്ന ഈ കാസറ്റുകൾ ഇറക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇറക്കിയ പാട്ട് കൈരളി TV-യിലും അവർ അവതരിപ്പിച്ചു എന്നതുകൊണ്ട് അത് CPM-ൻ്റെ പാട്ടാണെന്നൊന്നും പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇവിടെ പ്രശ്നം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് ഭക്തിയെ ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നമാണെന്ന് പറയുമ്പോൾ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് കമ്മീഷനെടുത്ത് പരാതി പറഞ്ഞിട്ടുണ്ടോ? പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും കമ്മീഷന് പരാതി കൊടുക്കേണ്ടതാണ്. എൻ്റെ ശ്രദ്ധയിൽ ഇത്തരം പാട്ടുകളൊന്നും മതി. ഞാൻ മറ്റൊരു തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ഇടപെട്ട ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വൾഗർ പാട്ടുകളും മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മളെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു വലിയ സാംസ്കാരിക മലിനീകരണമാണ് നമ്മുടെ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലുമുള്ള എന്താണ് ഇരകെ കുറ്റവാളിയെ ഇരയൊക്കെ ആക്കുന്ന ഒരു വലിയ ഒരു ബ്ലെയിമിങ് വിക്ടിംസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു പ്രത്യയശാസ്ത്ര പ്രചാരവേലയാണ്, ഒരു പ്രൊപ്പഗൻഡ വാറാണ് ഇവിടെ സാമൂഹ്യ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തീവ്ര വലതുപക്ഷ ശക്തികളും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഇവിടുത്തെ UDF നേതാക്കന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി സംവിധാനം വലിയ തോതിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ ആകെ പൊല്യൂട്ടഡ് ആണ് എന്ന വാദം എടുക്കാൻ പറ്റുമോ? അത് ഞാൻ പറയുന്നത് കേൾക്കുന്ന ആൾക്കാർക്ക് എന്തായാലും മനസ്സിലാവും. സാമൂഹ്യ മാധ്യമങ്ങളെ ഇവിടുത്തെ തീവ്ര വലതുപക്ഷവും അവരോട് ചേർന്ന് വലതുപക്ഷ ശക്തികളും ഈ പാട്ടിറക്കിയിരിക്കുന്നത് ഒരു കുഞ്ഞത്തുള്ളയും ഒരു UDF ക്യാമ്പും മാത്രമല്ല, BJP-ക്കാരും അയ്യപ്പന്റെ പേരിൽ ഇതിനേക്കാൾ ഭീകരമായ പാട്ടുകൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇതിനകത്ത് സ്വർണ്ണ കൊള്ള നടന്നിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. അതിന്റെ കിങ് പിൻസ് ആയിട്ട് പിടിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് CPIM-ന്റെ മുതിർന്ന കോമ്രേഡ്സ് ആണെന്നുള്ള യാഥാർത്ഥ്യമാണ്. അവർ ജയിലിൽ കിടക്കുകയാണ്. കോടതിയാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നു എന്നുള്ള സംഗതി പറഞ്ഞത്. എന്ന് വെച്ചാൽ അതൊരു അഴിമതി കേസ് കൂടിയാണ്. ആ അഴിമതി കേസിനെ കുറിച്ചല്ലേ പാട്ടിൽ പറയുന്നത്? അത് വിശ്വാസ സംബന്ധിയാക്കി നിങ്ങൾ മാറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ സർക്കാരിന്റെ കീഴിൽ സർക്കാരിന്റെ പ്രിയപ്പെട്ട ആളുകൾ ഒരു പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രത്തിൽ അഴിമതി നടത്തി എന്നല്ലേ അതിൽ പറയുന്നത്? അത് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന കോടതി സമ്മതിച്ച ഒരു കാര്യമാണ്. അത് പൊടുന്നനെ നിങ്ങൾക്കൊരു ഭക്തി പ്രശ്നമായിട്ട് മാറുന്നത് എങ്ങനെയാണ്? അക്കാര്യത്തിൽ നിഷാദെ, ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഈ വിഷയത്തിൽ ഈ പാട്ടൊരു രാഷ്ട്രീയ പാട്ടാണ്. ഞാൻ ഏതെങ്കിലും ഒരു വിശ്വാസത്തെ വ്രണപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ രാഷ്ട്രീയ പാട്ടാണ്. അപ്പോൾ രാഷ്ട്രീയം വിശ്വാസത്തെ ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ ഉണ്ടായ ചില സംഗതികളാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഈ പാട്ടിൽ എന്തുകൊണ്ടാണ് സഖാക്കളെ മാത്രം പറഞ്ഞത്? സഖാക്കൾ മാത്രമാണ്. 6 പേര് ജയിലിൽ കിടക്കുന്നുണ്ട്. ഒരു വിദ്വാൻ ഇന്ന് വീണ്ടും ജയിലിലേക്ക് പോയിട്ടുണ്ട്, അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടവരിൽ 5 പേരും ആരാണ്? കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട സംഘടന, വളരെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോലുള്ള ഉന്നത പദവികൾ ദേവസ്വമായി ബന്ധപ്പെട്ട് വഹിച്ചവരാണ്. അവരാണ് 2012 ഈ പോറ്റി അവിടേക്ക് വരുന്നത്. പോറ്റിയെ കീഴ്ശാന്തിയായിട്ട് നിയമിക്കുന്ന ആരാണ്? പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആളല്ലേ? ഇവിടെ ശബരിമലയുടെ മൊത്തം വക്താവായിട്ട് നിങ്ങൾ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ രാഹുൽ ഈശ്വരനാണോ? രാഹുൽ ഈശ്വർ പറയട്ടെ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വരുന്നത് എപ്പോഴാ?
ഉണ്ണികൃഷ്ണൻ പോറ്റി 2012 വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ എന്തായിരുന്നു? ഇത് ഇപ്പൊ തുടങ്ങിയ പണിയാണോ? SIT അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല നിഷാദെ, അന്വേഷണം തുടരുകയാണ്. അതിനകത്ത് കോൺഗ്രസ്സുകാരുണ്ടാവാം, അല്ലെങ്കിൽ CPM മാത്രമായിരിക്കില്ല. ഇതൊരു രാഷ്ട്രീയ പോരാട്ട വേദികയാണ്. അതിൽ നിങ്ങളുടെ നേതാക്കൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അതിനെ അവർ പാട്ടിലുള്ള ഉപാധിയാക്കി മാറ്റും. അതിനെ നിങ്ങൾക്ക് തിരിച്ചും ആക്ഷേപിക്കാം. നിങ്ങൾ പറയുന്ന നിങ്ങളുടെ പാട്ടുകളിലുള്ള, നിങ്ങളുടെ പ്രചാരണ ഗാനങ്ങളിലുള്ളതെല്ലാം പരിപൂർണമായ വസ്തുതയാണെന്ന് ഓടിച്ചു നടത്തിയാൽ അതും അങ്ങനെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇത്തരം ആക്ഷേപങ്ങൾ പരസ്പരം ഉന്നയിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. നിങ്ങൾ പൊടുന്നനെ അതിനെ എന്ത് ചെയ്യാണ് പിക്ക് ചെയ്ത് ഇപ്പുറത്ത് മതവിശ്വാസത്തിൻ്റെ, അതിനപ്പുറം കിടന്ന് വർഗീയതയുടെ, നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിലുകൾ ചെയ്യുന്നത് കുഞ്ഞബ്ദുള്ള എന്ന് പേരുള്ള ഒരാൾ ഹിന്ദു മതത്തെയും ശാസ്താവിനെയും ആക്ഷേപിക്കുന്ന സംഗതി എഴുതിയിരിക്കുന്നു എന്ന മട്ടിൽ അതിൻ്റെ കളറാകെ മാറ്റുകയാണ്.